കുറഞ്ഞ പണിക്കൂലിയിൽ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. കറന്റ് ലൈവ് at 6 ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ഇഷ്ടക്കാർക്ക് സർക്കാരിന്റെ കരുതൽ തുടരുന്നു. KV തോമസിന്റെ യാത്രാബത്ത 11,30,000 ആക്കും. സമരം തുടർന്ന് ആശാ വർക്കർമാർ. കേന്ദ്രത്തെ പഴിച്ച് സംസ്ഥാന സർക്കാർ. ശമ്പളം ലഭിക്കാത്തതിൽ അധ്യാപിക ആത്മഹത്യ ചെയ്തതിൽ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ. ശശി തരൂർ വിഷയത്തിൽ ഇടപെടാൻ മുസ്ലിം ലീഗ്. ഹൈക്കമാൻഡിനെ കാണാൻ നേതാക്കൾ. വിവാദം തെരഞ്ഞെടുപ്പ് സാധ്യതകളെ ബാധിക്കുമെന്ന് നേതൃത്വം. കൊമ്പ് കോർക്കാനോ തർക്കിക്കാനോ ഇല്ലെന്ന് VD സതീശൻ. ബ്രൂവറിയിൽ CPIയിൽ അമർഷം പുകയുന്നു. CPMന് മുന്നിൽ വഴങ്ങിയെന്ന് പൊതുവികാരം. CPI നിലപാടില്ലാത്ത പാർട്ടിയെന്ന് VD സതീശൻ. സംവാദത്തിനുള്ള സതീശന്റെ നിർദ്ദേശം സ്വീകരിച്ച് MP രാജേഷ്. തീരുമാനം പിൻവലിക്കണമെന്ന് CSI സഭ. അനധികൃത ഖനനത്തിൽ ഇടുക്കി CPM ജില്ലാ സെക്രട്ടറിക്കെതിരെ അന്വേഷണം. അന്വേഷണ പരിധിയിൽ CB വർഗീസിന്റെ മകനും മരുമകനും. ഉത്തരവിട്ട് ജില്ലാ കളക്ടർ. സബ് കളക്ടർമാരെ ചുമതലപ്പെടുത്തി. रेखा गुप्ता ईश्वर की शपथ लेती हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगी. ഡൽഹി മുഖ്യമന്ത്രിയായി അധികാരമേറ്റ് രേഖ ഗുപ്ത. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി. ആഘോഷമാക്കി പ്രവർത്തകർ. രാജ്യതലസ്ഥാനത്ത് BJP അധികാരം പിടിച്ചത് 27 വർഷങ്ങൾക്ക് ശേഷം. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്കെതിരെ ബംഗ്ലാദേശ് ഭേദപ്പെട്ട സ്കോറിലേക്ക്. അക്ഷറിന് ഹാട്രിക് നഷ്ടം. രഞ്ജിയിൽ കേരളത്തിന്റെ ഫൈനൽ സാധ്യത മങ്ങുന്നു. ലീഡ് പിടിക്കാൻ ഗുജറാത്ത്. 4 വിക്കറ്റ് വീഴ്ത്തി ജലജ് സക്സേന. വാർത്തയിലേക്ക് വിശദമായി. മാന്യമായ വേതനം ആവശ്യപ്പെട്ടുള്ള ആശാ വർക്കർമാരുടെ സത്യഗ്രഹം 11ാം ദിവസം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇന്ന് 100 കണക്കിന് ആളുകൾ പങ്കെടുത്ത മഹാസംഗമം നടന്നു. ഇതിനിടെ ദില്ലിയിലെ സർക്കാർ പ്രതിനിധി KV തോമസിനുള്ള യാത്രാബത്ത 6.5 ലക്ഷത്തോളം കൂട്ടാൻ സർക്കാർ നീക്കം തുടങ്ങി. തലസ്ഥാനം അടുത്ത കാലത്തൊന്നും കാണാത്തത്ര സ്ത്രീ പങ്കാളിത്തമായിരുന്നു ഇന്നത്തെ സമരത്തിന്. പൊരിവെയിൽ അവഗണിച്ച് 100 കണക്കിന് സ്ത്രീകൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തടിച്ചുകൂടി. വേതനം ഉപാധികളില്ലാതെ നൽകാമെന്ന സർക്കാർ വാഗ്ദാനമൊന്നും പ്രതിഷേധം തണുപ്പിക്കുന്നില്ല. വേതന വർധനവും വിരമിക്കൽ ആനുകൂല്യവും പെൻഷനും കിട്ടിയേ പറ്റൂ. കഴിഞ്ഞ ദിവസം PSC അംഗങ്ങളുടെ ശമ്പളത്തിൽ വരുത്തിയ ലക്ഷങ്ങളുടെ വർധന പ്രതിഷേധത്തിന്റെ മൂർച്ച കൂട്ടുന്നു. പാവപ്പെട്ട ഞങ്ങൾ ഇങ്ങനെ കിടന്ന് ഈ 233 രൂപ ഒരു ദിവസം തന്നാൽ ഞങ്ങൾക്ക് എന്തോന്നിനുണ്ട്? അത് ഈ മന്ത്രിക്ക് ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടാണോ ഈ പാവപ്പെട്ട ഞങ്ങളിങ്ങനെ ഈ പൊരി വെയിലത്ത് കിടന്ന് ഈ സമരം ചെയ്തിട്ട് പോലും അവരെ ഒന്നും മനസ്സലിയാത്തത്? ഇത്രയും കഠിനമായ മനസ്സുള്ള ഒരു മന്ത്രിയാണെന്ന് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു അവസ്ഥയായി പോയി. പണം തരാത്ത കേന്ദ്ര സർക്കാരിനെതിരെയാണ് സമരം ചെയ്യേണ്ടതെന്ന ആരോഗ്യമന്ത്രിയുടെ പ്രതികരണവും സമരക്കാർ തള്ളി. ആരോഗ്യവകുപ്പിന്റെ ഉദ്ദേശമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞങ്ങൾക്ക് ആനുകൂല്യങ്ങൾ കിട്ടുന്നിടം വരെ ഞങ്ങൾ സമരം ചെയ്യുക തന്നെ ചെയ്യും. അത് മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും എന്ന് ഞങ്ങളുടെ അവകാശങ്ങൾ അംഗീകരിച്ചു തരുന്നു. അതുവരെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. ഇതിനിടെ രാഷ്ട്രീയ നിയമനങ്ങൾ നേടിയവരുടെ വേതനം കൂട്ടുന്ന നടപടി സർക്കാർ തുടരുകയാണ്. കോൺഗ്രസ് വിട്ട് ഇടതുപാളയത്തിലെത്തി ദില്ലിയിലെ സർക്കാർ പ്രതിനിധിയായ KV തോമസിന്റെ യാത്രാബത്തയാണ് ഒടുവിൽ കൂട്ടുന്നത്. 5 ലക്ഷം എന്നത് 11,31,000 ആക്കാനുള്ള ശുപാർശ പൊതുഭരണ വകുപ്പ് ധനവകുപ്പിന് കൈമാറി. സർക്കാർ പ്ലീഡർമാരുടെ ശമ്പളവും കൂട്ടി. സ്പെഷ്യൽ പ്ലീഡർമാർക്കും സീനിയർ പ്ലീഡർമാർക്കും 30,000 വീതം. ശമ്പളം കൂട്ടുന്നതിന് 3 വർഷത്തെ മുൻകാല പ്രാബല്യവുമുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ആശാ വർക്കർമാരുടെ വേതന വർധനവിന് തടസ്സം നിൽക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള തർക്കം. ആശാ വർക്കർമാരുടെ പങ്കാളിത്തമുള്ള നിരവധി പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാർ പണം നൽകുന്നില്ലെന്ന് കേരളം കുറ്റപ്പെടുത്തുമ്പോൾ കേന്ദ്രത്തിന്റെ പേര് ഉപയോഗിക്കാത്തതാണ് പദ്ധതികളിൽ നിന്ന് അവർ പിന്മാറാൻ കാരണമെന്നാണ് വിവരം. ഉപാധികളില്ലാതെ ഓണറേറിയം പ്രഖ്യാപിച്ചിട്ടും സമരക്കാർ ഒട്ടും പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കുമ്പോൾ ആരോഗ്യവകുപ്പിന് പറയാനുള്ളത് മറ്റൊരു കണക്കാണ്. അതാകട്ടെ ഇങ്ങനെ: നാഷണൽ ഹെൽത്ത് മിഷന് കീഴിൽ പ്രവർത്തിക്കുന്ന ആശാ വർക്കർമാർക്ക്
പ്രതിമാസം ഇൻസെന്റീവ് നൽകാനായി മാത്രം ആവശ്യമായി വരുന്നത് 10 കോടി രൂപ വരെ. 36 കേന്ദ്ര പദ്ധതികളുടെ പേരിലായിരുന്നു NHMന് ഇതിനാവശ്യമായ ധനസഹായം കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചിരുന്നത്. സംസ്ഥാനത്താകെയുള്ള 26,125 ആശാ വർക്കർമാർക്ക് ഇൻസെന്റീവ് നൽകാനായി മാത്രം പ്രതിവർഷം ആവശ്യമായി വന്നത് 120 കോടി രൂപ. എന്നാൽ 2023-24 സാമ്പത്തിക വർഷം കേന്ദ്രം 1 രൂപ പോലും NHM പദ്ധതികളുടെ നടത്തിപ്പിനായി സംസ്ഥാനത്തിന് കൈമാറിയിട്ടില്ലെന്നാണ് ആരോഗ്യവകുപ്പിന്റെ ആക്ഷേപം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓണറേറിയം കൊടുക്കുന്ന സ്റ്റേറ്റ് കേരളമാണ്. ആശമാരെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെ മുഴുവൻ സംസ്ഥാനങ്ങളുടെയും കണക്കെടുത്ത് പരിശോധിച്ചാൽ ആശമാർക്ക് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണ്. നമ്മൾ 7,000 രൂപയാണ് നൽകുന്നത്. ആശമാരുടെ വേതനത്തിന് വേണ്ടിയിട്ട് നൽകേണ്ടിയിരുന്നത് 100 കോടി രൂപയാണ്. 100 കോടി രൂപ 1 രൂപ തന്നിട്ടില്ല. ആ വർഷം ആശമാരുടെ വേതനം ഉൾപ്പെടെ മുടങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി പണം നൽകിയത് ധനവകുപ്പാണ്, അല്ലെങ്കിൽ പണം ചെലവഴിച്ചത് സംസ്ഥാന സർക്കാരാണ്. എന്നാൽ ഇൻസെന്റീവുകൾ ആശമാർക്ക് മുടങ്ങാതെ കൈമാറിയിരുന്നത് സംസ്ഥാന സർക്കാരാണെന്നും ആരോഗ്യവകുപ്പ് പറയുന്നു. NHM പദ്ധതികളുടെ നടത്തിപ്പിൽ കേന്ദ്രത്തിന്റെ ലോഗോ ബ്രാൻഡ് ചെയ്യാൻ സംസ്ഥാനം തയ്യാറാകാതിരുന്നതിനാലാണ് കേന്ദ്രം പണം കൈമാറാതിരുന്നതെന്നാണ് സൂചന. അതേസമയം ഇൻസെന്റീവിന് പുറമെ ആശമാർക്ക് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം. പഞ്ചാബിൽ 2,500, കർണാടകയിൽ 5,000, മധ്യപ്രദേശിൽ 4,000, വെസ്റ്റ് ബംഗാളിൽ 5,250, ഹരിയാനയിൽ 6,100 ഇങ്ങനെ നീളുന്നു ഓണറേറിയമായി നൽകുന്ന തുക. അതിനിടയിലാണ് 2018 4,000 രൂപയിൽ നിന്ന് ആശാ വർക്കർമാരുടെ ഓണറേറിയം 7,000 രൂപയായി കേരളം ഉയർത്തിയതെന്നും സർക്കാർ അവകാശപ്പെടുന്നു. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഡൽഹിയിൽ ആശമാർക്കൊപ്പം സമരം ചെയ്യാൻ താനും മുന്നിൽ നിൽക്കുമെന്ന ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ പ്രതികരണം. ന്യൂസ് 18 തിരുവനന്തപുരം. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 1 ഗഡു പെൻഷൻ കൂടി അനുവദിച്ചു. ഇതിനായി 812 കോടി അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ വ്യക്തമാക്കി. 62 ലക്ഷത്തോളം പേർക്കാണ് 3,200 രൂപ വീതം ലഭിക്കുന്നത്. അടുത്തയാഴ്ചയിൽ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങും. 26.62 ലക്ഷം പേരുടെ ബാങ്ക് അക്കൌണ്ടിൽ തുകയെത്തും. മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും. എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാലയുമായി മുന്നോട്ടു പോകാനുള്ള ഇടതുമുന്നണി തീരുമാനത്തിൽ CPI-യിൽ കടുത്ത അതൃപ്തി. CPM-ന്റെ സമ്മർദ്ദത്തിന് പാർട്ടി നേതൃത്വം വഴങ്ങിയെന്ന പൊതുവികാരമാണ് മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവർക്കുള്ളത്. പാർട്ടിയുടെ വിശ്വാസ്യതയെ ബാധിക്കുന്ന നടപടിയാണിതെന്നും വിലയിരുത്തലുണ്ട്. ബ്രൂവർക്കെതിരെ ആദ്യം മുതൽ ശക്തമായ നിലപാടെടുത്തത് CPI-യുടെ പാലക്കാട് ഘടകമായിരുന്നു. ആലപ്പുഴയിലും കഴിഞ്ഞയാഴ്ച തിരുവനന്തപുരത്തും ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗങ്ങൾ പാലക്കാട് ജില്ലാ കൌൺസിലിന്റെ നിലപാടിനൊപ്പം നിൽക്കാനും തീരുമാനിച്ചതാണ്. മദ്യനിർമ്മാണശാല വിവാദത്തിൽ വിട്ടുവീഴ്ച വേണ്ട നിലപാടായിരുന്നു എക്സിക്യൂട്ടീവ് യോഗങ്ങളിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും സ്വീകരിച്ചത്. മുന്നണി യോഗത്തിലും ബിനോയ് ഈ നിലപാട് ആവർത്തിച്ചു. RJD CPI നിലപാടിന് ഒപ്പം നിന്നെങ്കിലും മറ്റു ഘടകകക്ഷികൾ CPM പറഞ്ഞതാണ് ശരിവച്ചത്. ഇതോടെയായിരുന്നു എതിർപ്പുകൾ അവഗണിച്ച് പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. CPI ബ്രൂവറിക്കെതിരെന്ന ശക്തമായ തോന്നലുണ്ടാക്കിയ ശേഷമുള്ള പിന്മാറ്റം ശരിയായില്ലെന്നാണ് പാർട്ടിയിലെ പൊതുവികാരം. CPM-ന്റെ നിർദ്ദേശത്തിന് വഴങ്ങിയത് പാർട്ടിയുടെ വിശ്വാസ്യത ഇല്ലാതാക്കുന്ന പ്രവൃത്തി എന്ന വിമർശനമാണ് CPI-യിൽ. എക്സിക്യൂട്ടീവിന്റെ നിർദ്ദേശത്തിന് വിരുദ്ധമായ തീരുമാനം മുന്നണി യോഗം കൈക്കൊണ്ടു. എക്സിക്യൂട്ടീവിനെത്തിയപ്പോൾ പാർട്ടി നിലപാട് സെക്രട്ടറി മറന്നുപോയോ എന്നാണ് ഒരു വിഭാഗം നേതാക്കൾ ചോദിക്കുന്നത്. മുന്നണി തീരുമാനത്തിന് വിയോജിപ്പെങ്കിലും രേഖപ്പെടുത്താത്തതിലും അമർശമുണ്ട്. അടുത്ത മാസം 6-നാണ് ഇനി സംസ്ഥാന എക്സിക്യൂട്ടീവ്. ഈ യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർക്കെതിരെ കടുത്ത വിമർശനത്തിനാണ് സാധ്യത. ന്യൂസ് 18 തിരുവനന്തപുരം. ബ്രൂവറി വിഷയത്തിൽ ആരോപണം ഉന്നയിച്ച ചെന്നിത്തലയും സതീശനും ഓടി ഒളിക്കുകയാണെന്ന് മന്ത്രി MP രാജേഷ്. ബ്രൂവറിയിൽ സംവാദത്തിന് വിരോധമില്ലെന്നും മന്ത്രി പറഞ്ഞു. രണ്ടുപേരും ഒഴിയാനുള്ള കാരണങ്ങൾ കണ്ടുപിടിക്കുകയാണ്. മുൻ പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിച്ചത് മന്ത്രിക്കെതിരെ സർക്കാരിനെതിരെയല്ലേ? ആരോപണം ഉന്നയിച്ചിട്ട് ഓടി ഒളിക്കുന്നത് ശരിയാണോ? ഇപ്പൊ പാലക്കാട് MP-യോട് എനിക്ക് എന്തെങ്കിലും വിരോധം ഉണ്ടായിട്ടൊന്നുമല്ല. അദ്ദേഹം ഉന്നയിച്ച ആരോപണമായിരുന്നുവെങ്കിൽ അദ്ദേഹമായിട്ട് സംവാദം വേണമെങ്കിൽ നടത്താം. മുൻ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണമാണ്. ഇപ്പൊ സംവാദം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഈ അദ്ദേഹത്തിന്റെ കൈവശമുള്ള കാര്യങ്ങൾ അദ്ദേഹം പൊതുസമക്ഷത്തിൽ പറയട്ടെ. രണ്ടുപേരും ആരോപണം ഉന്നയിക്കാൻ മുമ്പിൽ നിൽക്കുക. ആരോപണത്തെക്കുറിച്ച് നമുക്ക് സംവാദമാവാം എന്ന് പറയുമ്പോൾ രണ്ടുപേരും പിന്മാറിയാൽ പകരം വേറൊരാൾ വരും എന്ന് പറയുന്നത് മര്യാദയാണ്. ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, വേണമെങ്കിൽ 3 പേരും വന്നോട്ട് വിരോധമില്ല. പക്ഷെ ഈ 2 പേരും ഉണ്ടാവണം. ആരോപണം ഉന്നയിച്ച 2 പേർ കാണാമറയത്തിരുന്നാൽ പറ്റില്ല. ആരോപണം ഉന്നയിച്ച 2 പേരും വരട്ടെ, മൂന്നാമത്തെ ആളോടും
അദ്ദേഹത്തോടും ബഹുമാനമാണുള്ളത്. അദ്ദേഹവും വന്നോട്ടെ. എനിക്ക് പകരം മറ്റൊരാൾ വരും എന്ന് പറഞ്ഞാൽ പറ്റില്ല. ബ്രൂവറി അനുമതിയിൽ സിപിഎം സിപിഐയെ അപമാനിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. നിലപാടില്ലാത്ത പാർട്ടിയായി സിപിഐ മാറി. എലപ്പുള്ളിയിലെ ബ്രൂവറിയിൽ പിന്നോട്ടില്ലെന്ന LDF പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് വിമർശനം. പാലക്കാട് ബ്രൂവറി സ്ഥാപിക്കാനുള്ള സർക്കാർ തീരുമാനം പിൻവലിക്കണമെന്ന് CSI സഭ. സർക്കാർ ജനവികാരം മാനിക്കണമെന്ന് CSI മധ്യ കേരള ഇടവക ബിഷപ്പ് മലയിൽ സാബു കോശിച്ചെറിയാൻ ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ ക്രൈസ്തവ സഭകളുടെ കൂട്ടായ ചർച്ചകൾ നടക്കുമെന്നും ബിഷപ്പ് പറഞ്ഞു. കേന്ദ്രത്തിനെതിരെ സമരപ്രഖ്യാപനവുമായി ലത്തീൻ അതിരൂപത. കടൽ മണൽ ഖനനത്തിനെതിരെയാണ് പ്രതിഷേധം. നടപടി കേന്ദ്രത്തിന്റെ ഏകപക്ഷീയമായ തീരുമാനമാണെന്ന് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ പറഞ്ഞു. ഈ മാസം 27-ന് സംസ്ഥാനത്ത് തീരദേശ ഹർത്താൽ നടത്തും. രാഷ്ട്രീയ സാമുദായിക വ്യത്യാസമില്ലാതെ സാമൂഹിക പ്രശ്നമായി ഇതിനെ കാണണം. സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവും ഒന്നിച്ചു നിന്ന് ഇതിനെതിരെ പോരാടണമെന്നും തോമസ് ജെ നെറ്റോ പറഞ്ഞു. PSC മെമ്പർമാർക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ ആനുകൂല്യം നൽകിയതിന്റെ ആവശ്യം എന്താണെന്ന് രമേശ് ചെന്നിത്തല. പാവപ്പെട്ട ആശാവർക്കർമാർ സമരം ചെയ്യുന്നു. സർക്കാരിന്റെ നിലപാടുകൾ ജനങ്ങൾക്ക് വേണ്ടിയാണോ എന്നും ചെന്നിത്തല ചോദിച്ചു. PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളം വൻതോതിൽ വർദ്ധിപ്പിച്ച നടപടി അനുചിതമെന്ന് CPIയുടെ യുവജന വിഭാഗവും. ന്യായമായ വേതന വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ വിഭാഗക്കാർ പ്രക്ഷോഭം നടത്തുന്ന അവസരത്തിൽ കൈക്കൊണ്ട തീരുമാനം അംഗീകരിക്കാനാവില്ല എന്ന് AIYF വ്യക്തമാക്കി. സ്കൂൾ പാചക തൊഴിലാളികൾക്കും വിവിധ ക്ഷേമ പെൻഷൻകാർക്കും കൃത്യമായ വേതനം കിട്ടാത്ത സാഹചര്യത്തിൽ ഈ തീരുമാനം ആശങ്കയുളവാക്കുന്നു. അധിക ബാധ്യതയുണ്ടാക്കുന്ന നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നും AIYF ആവശ്യപ്പെട്ടു. കോൺഗ്രസിലെ അനാവശ്യ വിവാദങ്ങളിൽ ലീഗ് നേതൃത്വത്തിന് കടുത്ത അതൃപ്തി. വേണ്ടിവന്നാൽ ഹൈക്കമാൻഡിനെ കണ്ട് വിഷയം ഉന്നയിക്കാനാണ് ലീഗ് നേതാക്കളുടെ നീക്കം. കോൺഗ്രസിലെ വിവാദങ്ങൾ UDFന്റെ സാധ്യതകൾ ഇല്ലാതാക്കുമെന്നാണ് മുസ്ലിം ലീഗിന്റെ നിലപാട്. തെരഞ്ഞെടുപ്പെടുത്തിരിക്കെ കോൺഗ്രസിലെ ആഭ്യന്തര തർക്കങ്ങൾ UDFന്റെ സാധ്യതകളെ നേരിട്ട് ബാധിക്കുമെന്ന വിലയിരുത്തലാണ് മുസ്ലിം ലീഗിനുള്ളത്. മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള വിവാദവും ശശി തരൂരിന്റെ ലേഖനവുമൊക്കെ ഇടതുപക്ഷം UDFനെതിരെ ആയുധമാക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. വിവാദങ്ങൾ വേഗത്തിൽ പരിഹരിക്കാൻ സംസ്ഥാന നേതൃത്വം ശ്രമിച്ചതുമില്ല. തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ ഇത്തരം വിവാദങ്ങൾ UDFനുള്ള മേൽക്കൈ കളഞ്ഞേക്കുമെന്ന ആശങ്കയും ലീഗിനുണ്ട്. ഈ സാഹചര്യത്തിലാണ് തർക്കങ്ങൾ അനന്തമായി നീണ്ടുപോയാൽ ഹൈക്കമാൻഡിനെ നേരിൽ കണ്ട് കാര്യങ്ങളുടെ ഗൗരവം അറിയിക്കാൻ ലീഗ് ശ്രമിക്കുന്നത്. കോൺഗ്രസ് എല്ലാം പരിഹരിക്കുമെന്നും അതിരുകടന്ന ആശങ്കയ്ക്ക് അർത്ഥമില്ലെന്നുമായിരുന്നു കോൺഗ്രസിൽ പ്രശ്നങ്ങളുണ്ടോ എന്ന ചോദ്യത്തിന് കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. ഹൈക്കമാൻഡ് തന്നെ അവരുടെ പാർട്ടിക്കാരെ അവർ സോർട്ട് ഔട്ട് ചെയ്തോളും. അപ്പോൾ കോൺഗ്രസിന്റെ കാര്യങ്ങൾ കോൺഗ്രസിന് സോർട്ട് ഔട്ട് ചെയ്യാൻ ഉള്ള സംവിധാനം അവർക്ക് തന്നെ ഉണ്ട്, അവർ ചെയ്തോളും. കോൺഗ്രസിലെ തർക്കം മുസ്ലിം ലീഗ് മത്സരിക്കുന്ന ചില സീറ്റുകളെ കൂടി ബാധിക്കുമെന്ന വിലയിരുത്തലും ലീഗിനുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് UDFലെ ഭിന്നതകളെല്ലാം മാറ്റി ഐക്യത്തോടെ പ്രവർത്തിക്കണമെന്ന് ലീഗ് ആഹ്വാനം ചെയ്യുന്നത്. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും പരിഹാരത്തിന് മുൻകൈയെടുക്കുന്ന മുസ്ലിം ലീഗിനെ തള്ളിക്കളയാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെ ലീഗിന്റെ വാക്കുകൾ ഹൈക്കമാൻഡ് സ്വീകരിക്കുമെന്ന പ്രതീക്ഷയും ലീഗിനുണ്ട്. മലപ്പുറത്തു നിന്നും CV അനുമോദ്, ന്യൂസ് 18. ഹൈക്കമാൻഡ് ഇടപെട്ടിട്ടും തരൂർ വിവാദം കോൺഗ്രസിൽ കെട്ടടങ്ങുന്നില്ല. നിലപാട് തിരുത്താൻ തയ്യാറല്ലെന്ന് തരൂർ ആവർത്തിച്ചതോടെ തരൂരിന് നേരിട്ട് മറുപടി പറയാതെ സർക്കാർ കണക്കുകളെ ചോദ്യം ചെയ്താണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. കോൺഗ്രസിലെ തരൂർ വിവാദം ഇടതുമുന്നണി ശക്തമായ ആയുധമാക്കുന്നത്. വിലക്കും മുന്നറിയിപ്പുമൊന്നും മുഖവിലക്കെടുക്കാതെ പോർമുഖം തുറന്നു നിൽക്കുകയാണ് തരൂർ. കേരളത്തിന്റെ വ്യവസായ വളർച്ചയെക്കുറിച്ച് താൻ നിരത്തിയ വസ്തുതകൾ തെറ്റെങ്കിൽ കണക്കുവെച്ച് കോൺഗ്രസ് നേതൃത്വം അതിനെ പ്രതിരോധിക്കണമെന്നാണ് തരൂരിന്റെ നിലപാട്. ഭരണപക്ഷത്തു നിന്ന് പോലും ഉയരാത്ത വെല്ലുവിളിയാണ് തരൂരിൽ നിന്ന് കോൺഗ്രസ് നേരിടുന്നത്. തരൂരിന്റെ കണക്കുകൾ തെറ്റാണെന്ന് V.D. സതീശൻ ആവർത്തിക്കുന്നു. കണക്കു നിരത്തി തന്നെ തിരുത്തണമെന്ന തരൂരിന്റെ വാദം പാർട്ടിക്കുണ്ടാക്കുന്ന നാണക്കേട് ചെറുതല്ല. ഞാനത് അദ്ദേഹവുമായിട്ട് കൊമ്പ് കോർക്കാനോ വഴക്കിടാനോ ഒന്നും ഞങ്ങളില്ല. അത് അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്, കേരള കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. അദ്ദേഹത്തോട് സംസാരിക്കേണ്ടത് അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വമാണ്. ഞങ്ങളൊക്കെ അതിനേക്കാളൊക്കെ വളരെ താഴെ പൊസിഷനിൽ നിൽക്കുന്ന ആളാണ്, ഞങ്ങളുടെയൊക്കെ മീതെ നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ ശാസിക്കാനോ അദ്ദേഹത്തെ ഉപദേശിക്കാനോ അദ്ദേഹത്തിനെ തിരുത്താനോ ഒന്നും ശേഷിയുള്ള ആളുകളല്ല ഞങ്ങൾ. ഹൈക്കമാൻഡ് ഇടപെട്ടിട്ടും തരൂർ നിലപാട് തുടരുന്നതിൽ നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. പക്ഷേ തൽക്കാലം തരൂരിനെതിരെ പരസ്യ നീക്കത്തിനില്ല. തരൂരിന് നേരിട്ട് മറുപടി പറയുന്നതിന് പകരം സർക്കാർ കണക്കുകൾ ചോദ്യം ചെയ്യുകയാണ് പ്രതിപക്ഷ തന്ത്രം. ഞങ്ങൾ ഗവൺമെന്റുമായി ഡിബേറ്റ് നടക്കുന്ന ഒരു വിഷയത്തിൽ അദ്ദേഹം ഗവൺമെന്റിന് അനുകൂലമായിട്ട് ഒരു ആർട്ടിക്കിൾ എഴുതിയപ്പോൾ ആ ആർട്ടിക്കിളിന്റെ സ്റ്റാറ്റ് 6 ശരിയല്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. ഞാനത് പ്രൂവ് ചെയ്തല്ലോ. അദ്ദേഹം പറഞ്ഞ സ്റ്റാറ്റ് 6 ശരിയല്ല എന്ന്. തദ്ദേശ തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ ഇടതുമുന്നണിക്ക് വീണുകിട്ടിയ തുറുപ്പ് ചീട്ടായി മാറി തരൂരിന്റെ ലേഖനം. പ്രത്യേകിച്ച് CPM ലേഖനം ആഘോഷമാക്കുന്നു.
സത്യം പറഞ്ഞ തരൂരിനെ കോൺഗ്രസ് വേട്ടയാടുന്നു എന്ന പ്രചരണമാണ് CPM വ്യാപകമാക്കുന്നത്. ഇടതുമുന്നണിയുടെ തിരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ മുഖ്യവിഷയം തരൂരിന്റെ ലേഖനമായാലും അത്ഭുതപ്പെടാനില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. വ്യവസായ മേഖലയിലെ കാറ്റഗറി 1 ഭേദഗതി ഒരു സ്ഥാപനത്തിന് വേണ്ടിയല്ലെന്ന് മന്ത്രി P. രാജീവ്. ഇതിനായി ഒരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു രൂപരേഖ തയ്യാറാക്കി. പിന്നീട് ബന്ധപ്പെട്ട മന്ത്രിമാരുമായി ഇത് ചർച്ച ചെയ്തു. ചട്ടങ്ങളിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് എന്നും വ്യവസായ മന്ത്രി പറഞ്ഞു. അനധികൃത പാറ പൊട്ടിക്കലും മണ്ണ് കടത്തലും നടത്തിയെന്ന പരാതിയിൽ CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസിനെതിരെ അന്വേഷണം. സംഭവത്തിൽ വർഗീസിനും മകനും മരുമകനുമെതിരെ അന്വേഷണം നടത്താൻ ഇടുക്കി ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. എല്ലാ വില്ലേജ് ഓഫീസുകളിലേക്കും കളക്ടറുടെ ഉത്തരവിന്റെ പകർപ്പ് അയച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസർമാർ അന്വേഷണം തുടങ്ങിയിട്ടുണ്ടെന്നാണ് വിവരം. ഇടുക്കിയിലെ ഉടുമ്പൻചോല അടക്കമുള്ള വിവിധയിടങ്ങളിലാണ് പാറ പൊട്ടിക്കലും ഖനനവും നടക്കുന്നതെന്നാണ് ആരോപണം. എല്ലാ അനധികൃത ഖനനങ്ങളും പരിശോധിക്കും. ജീവനിൽ പേടിയുള്ള പൊതുപ്രവർത്തകൻ എന്ന പേരിലാണ് പരാതി നൽകിയിരിക്കുന്നത് എന്ന് ഇതിൽ പറയുന്നു. ഡൽഹി മുഖ്യമന്ത്രിയായി രേഖ ഗുപ്ത സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാംലീല മൈതാനിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം നേതാക്കളുടെ വൻനിരയെ സാക്ഷിയാക്കിയായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ്. രാജ്യതലസ്ഥാനത്ത് 1/4 നൂറ്റാണ്ടിന് ശേഷം അധികാരം തിരിച്ചുപിടിച്ച BJP സത്യപ്രതിജ്ഞാ ചടങ്ങ് ആഘോഷമാക്കി മാറ്റി. रेखा गुप्ता ईश्वर की शपथ लेती हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगी. ഡൽഹിയുടെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയായി രേഖ ഗുപ്ത ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പിന്നാലെ 6 മന്ത്രിമാരും. मैं परवेज साहिब सिंह ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा. मैं भारत की प्रभुता और अखंडता को अक्षुण्ण रखूंगा. मैं मनजिंदर सिंह सिरसा परमात्मा दी सौं चुकदा हां कि जो भी विषय मंत्री दे रूप विच मेरे विचार दिन लियांदा जाएगा. मैं डॉक्टर पंकज सिंह ईश्वर की शपथ लेता हूं. मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा. परवेज साहिब सिंह वर्मा, आशीष सूद, मनजिंदर सिंह सिरसा, रविंदर इंदरजीत सिंह, कपिल मिश्रा, पंकज कुमार सिंह, ജാട്ട്, സിഖ്, പഞ്ചാബി, ദളിത്, പൂർവാഞ്ചലി അങ്ങനെ സാമുദായിക സമവാക്യങ്ങളടക്കം പരിഗണിച്ചാണ് മന്ത്രിസഭാ പ്രാതിനിധ്യം. മുഖ്യമന്ത്രി പദത്തിലേക്ക് സജീവമായി ചർച്ച ചെയ്യപ്പെട്ട പലരും മന്ത്രിമാർ മാത്രമായി. 2019 ആം ആദ്മി പാർട്ടി വിട്ട് BJPയിലെത്തിയ കപിൽ മിശ്രയെ മന്ത്രിയാക്കിയതും BJPയുടെ കൃത്യമായ സന്ദേശം. എല്ലാ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളും നടപ്പാക്കുമെന്നും സ്ത്രീകൾക്ക് 2500 രൂപ സാമ്പത്തിക സഹായം മാർച്ച് 8-ന് ലഭിക്കുമെന്നും मुख्यमंत्री रेखा गुप्ता उरप्पा. जो कमिटमेंट्स हमने दिल्ली के लिए किए हैं उन्हें पूरा करना, सुरक्षा से लेके एम्पावरमेंट तक, आर्थिक एम्पावरमेंट, ये सारे एक एक बिंदु पे काम किया जाएगा. इसका पूरा लेआउट प्लान बनेगा. കഴിഞ്ഞ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്ന വിജേന്ദർ ഗുപ്തയ്ക്ക് സ്പീക്കർ സ്ഥാനം ലഭിക്കും. NDAയുടെ ഐക്യം പ്രകടമാക്കുന്നതായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ്. BJP മുഖ്യമന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ എന്നിവർക്ക് പുറമെ ഘടകകക്ഷി നേതാക്കളും രാംലീല മൈതാനത്തെത്തി. 27 വർഷത്തിനു ശേഷം അധികാരം പിടിച്ചതിന്റെ ആഹ്ലാദത്തിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് പ്രവർത്തകരും ആഘോഷമാക്കി. ന്യൂസ് 18 ഡൽഹി. ഇടവേള. വാർത്തകൾ തുടരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. മാർപ്പാപ്പ സ്വയം പ്രഭാത ഭക്ഷണം കഴിച്ചെന്നും എല്ലാവരുടെയും പ്രാർത്ഥനകൾക്ക് നന്ദി പറഞ്ഞെന്നും വത്തിക്കാൻ അറിയിച്ചു. റോമിലെ ജെമിലി ആശുപത്രിയിൽ നിന്ന് ഇന്നെത്തിയത് ആശ്വാസകരമായ വാർത്ത. രക്തപരിശോധനാ ഫലങ്ങളിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. ശ്വാസകോശ അണുബാധ കുറഞ്ഞു. എഴുന്നേറ്റിരിക്കുകയും പ്രഭാത ഭക്ഷണം കഴിക്കുകയും ചെയ്തു. സഹപ്രവർത്തകരുമായി സംസാരിച്ചു. പ്രാർത്ഥനകൾക്ക് പാപ്പ നന്ദി അറിയിച്ചെന്ന് വത്തിക്കാൻ വക്താവ്. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി പോപ്പിനെ സന്ദർശിച്ചു. 20 മിനിറ്റോളം മെലോണി ആശുപത്രിയിൽ ചെലവഴിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പയോട് സംസാരിച്ചെന്ന് മെലോണി പ്രതികരിച്ചു. സഹായങ്ങൾക്കും മെഡിക്കൽ സംഘത്തിനും പുറമെ മാർപ്പാപ്പയെ സന്ദർശിക്കുന്ന ആദ്യ നേതാവാണ് മെലോണി. വെള്ളിയാഴ്ചയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പ്രിയപ്പെട്ട പാപ്പ ആരോഗ്യവാനായി തിരിച്ചെത്താൻ
പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് വിശ്വാസി സമൂഹം. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ശക്തിപ്പെടുത്താൻ അമേരിക്ക നൽകുന്ന സഹായം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് ഉപയോഗപ്പെടുത്തിയതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകൾക്ക് അമേരിക്ക പണം നൽകുന്നത് എന്തിനെന്ന് ട്രംപ് ചോദിച്ചു. റഷ്യ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ അമേരിക്കയിൽ പണം ചെലവഴിച്ചതായും ട്രംപ് ആരോപിച്ചു. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ നടക്കാനിരിക്കെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും തമ്മിലെ ബന്ധം കൂടുതൽ വഷളാകുന്നു. സെലൻസ്കി ഒരു ഏകാധിപതിയാണെന്നും അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ജോ ബൈഡനെ കബളിപ്പിക്കുന്നതിൽ മാത്രമാണ് സെലൻസ്കിക്ക് പ്രാഗൽഭ്യമെന്നും ഡൊണാൾഡ് ട്രംപ് കുറ്റപ്പെടുത്തി. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയുടെ പങ്ക് മറച്ചുവെച്ച് ട്രംപ് സംസാരിച്ചതിൽ നേരത്തെ സെലൻസ്കി പ്രതികരിച്ചിരുന്നു. തെറ്റിദ്ധാരണകളുടെ ലോകത്താണ് ട്രംപ് ജീവിക്കുന്നതെന്നായിരുന്നു സെലൻസ്കിയുടെ പ്രതികരണം. സംസ്ഥാനങ്ങളുടെ ഫെഡറൽ അധികാരത്തിന്മേലുള്ള കേന്ദ്രത്തിന്റെ കടന്നുകയറ്റമാണ് UGC കരട് ചട്ട ഭേദഗതി നിർദ്ദേശങ്ങളെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. UGC ചട്ട ഭേദഗതിക്കെതിരെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച ദേശീയ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. തമിഴ്നാട്, തെലങ്കാന, കർണാടക സർക്കാർ പ്രതിനിധികളും കൺവെൻഷനിൽ പങ്കെടുത്തു. UGC ഭേദഗതിക്കെതിരായ അടുത്ത കൺവെൻഷൻ ഹൈദരാബാദിൽ നടക്കും. UGC ചട്ട ഭേദഗതിക്കെതിരെ നേരത്തെ കേരള നിയമസഭ പ്രമേയം പാസാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് സമാന നിലപാടുള്ള സംസ്ഥാനങ്ങളുമായി ചേർന്നുള്ള പ്രതിഷേധ പരിപാടി. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ വർഷം സംസ്ഥാനം 3000 കോടി ചെലവിട്ടു. ഇത്തവണ 5000 കോടി നീക്കിവെച്ചു. എന്നിട്ടും കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് UGC ആണ്. VC നിയമനത്തിൽ പോലും സംസ്ഥാനങ്ങൾക്ക് അധികാരമില്ല. ഗവർണർമാർ അവരുടെ രാഷ്ട്രീയ യജമാനന്മാർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. Following political interventions by the gubernatorial office in the administration of state universities as their chancellor, the Kerala Legislative Assembly passed bills that sought to prevent such excesses. However, the gubernatorial office was being used for political motives, especially with regard to running state universities. The union government is spending money on establishing myths as facts and beliefs as science. UGC ചട്ട ഭേദഗതിയെ പരിഹസിച്ച് തെലങ്കാന ഉപമുഖ്യമന്ത്രി ബട്ടി വിക്രമാർക ബല്ലു രംഗത്ത് വന്നു. You pay the bill, but you don't get to order the food. States are expected to fund and administer universities. Yet, our role in crucial decisions, from Vice Chancellor appointments to admissions, is being erased. തമിഴ്നാട്, കർണാടക മന്ത്രിമാരും കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, സംസ്ഥാന മന്ത്രിമാർ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രമുഖർ എന്നിവരും കൺവെൻഷനിൽ പങ്കെടുത്തു. എന്നാൽ സംസ്ഥാനത്തെ ഒരു സർവകലാശാലയിലെ വൈസ് ചാൻസലർമാരും യോഗത്തിലെത്തിയില്ല. UGCക്കെതിരായ പ്രതിഷേധമെന്ന സാഹചര്യം വന്നതിനാലാണ് VCമാർ വിട്ടുനിന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. കോഴിക്കോട് കട്ടിപ്പാറയിൽ ആത്മഹത്യ ചെയ്ത അധ്യാപികയുടെ നിയമനത്തിൽ താമരശ്ശേരി രൂപത കോർപ്പറേറ്റ് മാനേജ്മെന്റിന് വീഴ്ച സംഭവിച്ചതായി റിപ്പോർട്ട്. താമരശ്ശേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നൽകിയ റിപ്പോർട്ടിലാണ് വീഴ്ച വ്യക്തമാക്കുന്നത്. സർക്കാർ നടപടിക്രമങ്ങളിലെ വീഴ്ചയാണ് നിയമനത്തിന് തടസ്സമായതെന്നാണ് മാനേജ്മെന്റിന്റെ വാദം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അലീന ബെന്നിയുടെ മൃതദേഹം സംസ്കരിച്ചു. അലീന ബെന്നിയുടെ നിയമനാപേക്ഷ മാനേജ്മെന്റ് 2019 താമരശ്ശേരി AUയിൽ നൽകുമ്പോൾ അധ്യാപനത്തിനുള്ള യോഗ്യതയായ കേട്ടറ്റ് അലീന പാസ്സായിരുന്നില്ല. ചട്ടപ്രകാരം ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നൽകണമെങ്കിൽ കേട്ടറ്റ് പാസ്സായിരിക്കണം. കേട്ടറ്റ് പാസ്സായി 2021 കട്ടിപ്പാറ നസ്രത്ത് LP സ്കൂളിലേക്ക് നിയമനത്തിനായി വീണ്ടും അപേക്ഷ നൽകി. അവധിയിൽ പോയ മറ്റൊരു അധ്യാപികയുടെ ഒഴിവിലേക്കായിരുന്നു അപേക്ഷ. അകാരണമായി അവധിയെടുത്തു എന്ന് ചൂണ്ടിക്കാട്ടി മാനേജ്മെന്റ് പുറത്താക്കിയ അധ്യാപികയുടെ ഒഴിവിലേക്കായിരുന്നു അപേക്ഷ. എന്നാൽ അധ്യാപികയ്ക്ക് വിടുതൽ ലഭിക്കാത്തതിനാൽ അലീനയുടെ നിയമനം വിദ്യാഭ്യാസ വകുപ്പ് നിരസിച്ചു. പിന്നീട് 2024 കോടഞ്ചേരി സെന്റ് ജോസഫ് LP സ്കൂളിലെ നിയമനത്തിനായി അപേക്ഷ സമർപ്പിച്ചെങ്കിലും സംവരണ മാനദണ്ഡം അനുസരിച്ച് ഭിന്നശേഷി വിഭാഗത്തിന് നിയമനം നൽകാത്തതിനാൽ അതും നിരസിച്ചു. നിയമനത്തിൽ കോർപ്പറേറ്റ് മാനേജ്മെന്റ് വീഴ്ചകൾ അക്കമിട്ട് നിരത്തുന്നതാണ് AEO സമർപ്പിച്ച റിപ്പോർട്ട്. അലീന ബെന്നിക്ക് സ്ഥിര നിയമന അംഗീകാരത്തിനുള്ള അപേക്ഷ 2021 AEOയിൽ സമർപ്പിച്ചതാണെന്നും നിയമനത്തിനായി 1 രൂപ പോലും സംഭാവന വാങ്ങിയിട്ടില്ലെന്നുമായിരുന്നു താമരശ്ശേരി കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയുടെ വിശദീകരണം. വിദ്യാഭ്യാസ വകുപ്പിലെ സാങ്കേതിക തടസ്സങ്ങളാണ് നിയമനാംഗീകാരം വൈകിച്ചതെന്നും കോർപ്പറേറ്റ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. 6 വർഷക്കാലം ജോലി ചെയ്തിട്ടും 1 രൂപ പോലും വേതനം നൽകിയില്ലെന്ന് കുടുംബം പറയുന്നു.
2019 നിയമനത്തിനായി 13 ലക്ഷം രൂപ കോർപ്പറേറ്റ് മാനേജ്മെന്റ് നൽകി. എന്നാൽ സ്ഥിര നിയമനത്തിനായി മാനേജ്മെന്റ് നടപടി സ്വീകരിച്ചില്ലെന്നും അലീനയുടെ പിതാവ് ആരോപിച്ചു. സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി റിപ്പോർട്ട് തേടി. അധ്യാപികയുടെ ആത്മഹത്യയ്ക്ക് ഉത്തരവാദികളായവരെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ അധ്യാപക സംഘടനകൾ താമരശ്ശേരി AE ഓഫീസിലേക്ക് മാർച്ച് നടത്തി. അലീനയുടെ മരണത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ 2 ആഴ്ചക്കകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം. മാർച്ച് 26-ന് കോഴിക്കോട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം അലീനയുടെ മൃതദേഹം ഉച്ചയ്ക്ക് 2:30 കട്ടിപ്പാറയിലെ വീട്ടിലേക്ക് എത്തിച്ചു. അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും അന്തിമോപചാരം അർപ്പിച്ചു. 4 മണിയോടെ കട്ടിപ്പാറ ഹോളി ഫാമിലി സീറോ മലബാർ പള്ളി സെമിത്തേരിയിൽ അലീനയുടെ മൃതദേഹം സംസ്കരിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. വിധവയായ സ്ത്രീക്ക് യാത്ര പോകാൻ അവകാശമില്ലേ? മണാലിയിൽ മകൾക്കൊപ്പം ടൂറുപോയ കോഴിക്കോട് സ്വദേശിനി നഫീസ് ഉമ്മയെ അധിക്ഷേപിച്ച് കാന്തപുരം വിഭാഗം നേതാവ് നടത്തിയ വിമർശനം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ്. കുടുംബത്തിന്റെ സമാധാനമാകെ തകർത്തെന്നും പ്രസംഗം കാരണം ഉമ്മയ്ക്ക് മരണവീട്ടിൽ പോലും പോകാൻ കഴിയാത്ത അവസ്ഥയാണെന്നും നഫീസ് ഉമ്മയുടെ മക്കൾ പ്രതികരിച്ചു. 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ടുണ്ട്. ഒരു വല്യമ്മ മഞ്ഞ് വാരി ഇങ്ങനെ ഇടാണ് മൂപ്പത്തി. 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ട് ഏതെങ്കിലും മൂലക്കിരുന്നിട്ട് ദിക്റും സലാത്തും ചെല്ലുന്നതിന് പകരം അങ്ങ് ദൂരെ മഞ്ഞ് പെയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് മഞ്ഞ് വാരിയിട്ട് ഫാത്തിമോ ആവാ ഖദീജോ ആവാ ഇതൊക്കെയാണ് ജീവിതം എന്നും പറഞ്ഞിട്ട്. ഭർത്താവ് മരിച്ച സ്ത്രീകളോട് കാന്തപുരം വിഭാഗം നേതാവായ ഇബ്രാഹിം സഖാഫി പൂക്കോട്ടുരിയുടെ വാക്കുകളാണിത്. വീടിന്റെ മൂലയിലിരിക്കണം, സ്വലാത്തും ദിക്റും ചൊല്ലണം. മണാലിയും മഞ്ഞുമലയും ബീച്ചുകളും വിലക്കപ്പെട്ട സ്ഥലങ്ങളാണ്. ഇതോടെ വ്യാപക വിമർശനമാണ് ഉസ്താദിന് നേരെ ഉയരുന്നത്. സ്ത്രീകൾ, പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾ ജീവിതത്തിൽ ഉയർന്നു വരുമ്പോൾ, സന്തോഷം കണ്ടെത്തുമ്പോൾ നേതാക്കന്മാർക്ക് തോന്നുന്ന അസ്വസ്ഥതകൾ പതിവാണെന്നും നേതാക്കന്മാർക്കെന്താ ഇനിയും നേരം വെളുത്തില്ല എന്നുമാണ് സോഷ്യൽ മീഡിയ ലോകം ചോദിക്കുന്നത്. പ്രമുഖ പണ്ഡിതൻ പ്രഭാഷണത്തിലൂടെ തകർത്തത് ഒരു കുടുംബത്തിന്റെ സമാധാനമാണെന്നും ഒരു വിഭാഗത്തോടും വെറുപ്പോ വിദ്വേഷമോ ഇല്ല. എന്നാൽ ആ പ്രസംഗം കാരണം ഉമ്മാക്ക് മരണവീട്ടിൽ പോലും പോകാൻ സാധിക്കാത്ത അവസ്ഥ ഉണ്ടായെന്നും നഫീസ് ഉമ്മയുടെ മക്കൾ പ്രതികരിച്ചു. നിങ്ങൾ അതുകൊണ്ട് എന്ത് നേടിയെന്നും അവർ. ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടാസ്വദിച്ച നഫീസ് ഉമ്മയുടെ ഈ വീഡിയോക്ക് നേരെ വരുന്ന ഏത് നെഗറ്റീവ് കമന്റുകളും തള്ളിക്കളയുകയാണ് സോഷ്യൽ മീഡിയ. ഒപ്പം സൈബർ അറ്റാക്കുകളും അശ്ലീല കമന്റുകളും ഒക്കെ ചർച്ചയാവുന്നിടത്ത് നഫീസ് ഉമ്മയ്ക്കും വരാൻ പോകുന്ന നഫീസ് ഉമ്മമാർക്കും പിന്തുണ നൽകുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. സ്പോർട്സ് വാർത്തയിലേക്ക്. ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ബംഗ്ലാദേശ് 49.4 ഓവറിൽ 228 റൺസിന് പുറത്തായി. ഒരു ഘട്ടത്തിൽ 35 റൺസ് എടുക്കുന്നതിനിടെ 5 വിക്കറ്റ് നഷ്ടമായ ബംഗ്ലാദേശിനെ സെഞ്ചുറി നേടിയ ഹിദോയിയും അർദ്ധ സെഞ്ചുറി നേടിയ ജാക്കർ അലിയുമാണ് കരകയറ്റിയത്. ഇരുവരും ചേർന്ന് 6-ാം വിക്കറ്റിൽ 154 റൺസ് കൂട്ടിച്ചേർത്തു. ഇന്ത്യയ്ക്കായി മുഹമ്മദ് ഷമി 5 വിക്കറ്റും ഹർഷിദ് റാണ 3 വിക്കറ്റും വീഴ്ത്തി. ഇതോടെ ഏകദിന ക്രിക്കറ്റിൽ 200 വിക്കറ്റുകൾ എന്ന നേട്ടം മുഹമ്മദ് ഷമി സ്വന്തമാക്കി. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിന്റെ ഫൈനൽ സാധ്യതകൾ മങ്ങുന്നു. ആദ്യ ഇന്നിംഗ്സിൽ 3 വിക്കറ്റുകൾ ശേഷിക്കെ ഗുജറാത്തിന് ലീഡ് നേടാൻ ഇനി വെറും 28 റൺസ് മാത്രം മതി. 4-ാം ദിനം കളി അവസാനിച്ചപ്പോൾ വാലറ്റത്തെ കൂട്ടുപിടിച്ച് അർദ്ധ സെഞ്ചുറി നേടിയ ജയ്മീത് പട്ടേലിന്റെ പ്രകടനമാണ് ഗുജറാത്തിന് കരുത്തായത്. ജയ്മീത് പട്ടേലിനൊപ്പം 24 റൺസുമായി സിദ്ധാർത്ഥ് ദേശായിയുമാണ് ക്രീസിലുള്ളത്. കേരളത്തിനായി ജലജ് സക്സേന 4 വിക്കറ്റ് വീഴ്ത്തി. ലൈവ് 6 പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം കാണാം. നമസ്കാരം.